അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം കേട്ടോ. രാവിലെ തന്നെ ഗ്ലോബലിൽ വന്നിരിക്കുക, മാമംഗലത്ത് പാലാരിവട്ടത്ത്. ഗ്ലോബലിൽ നമ്മളുടെ ബന്ധം വെച്ചാൽ ഏകദേശം ഒരു 10-20 വർഷമായിട്ട് പരിചയമുണ്ട്. വിജയ് ചേട്ടൻ ഓണർ, അങ്ങനെ എല്ലാവരുമായിട്ടും ടെക്നീഷ്യന്മാരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പം നമ്മൾ ടയർ എപ്പോഴും എടുക്കലും അലൈൻമെൻറ്റ് ചെയ്യലും ഒക്കെ ഇവിടെ തന്നെയാണ്. നമ്മളെ പരിചയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ തന്നെയാണ് പറയാറ്. ഇവിടുത്തെ നല്ല സർവീസും നല്ല പക്ക ഡീലിങ്ങുമാണ്. അങ്ങനെ നമ്മളെ വണ്ടിയുടെ ഒരു വർഷം കഴിഞ്ഞിട്ട് 65,000 കിലോമീറ്റർ മുകളിൽ ഓടി. അപ്പോൾ തൽക്കാലം ഫ്രണ്ടിൽ 2 ടയർ മാറാമെന്ന് വെച്ചു ആദ്യം. അങ്ങനെ JKയുടെ ടയർ കേട്ടോ മാറുന്നത്. ടയർ മാറാൻ കൊടുത്തതിന് ശേഷം നേരെ ഓപ്പോസിറ്റുള്ള കടയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മുട്ടക്കറിയും പൊറോട്ടയും കഴിച്ചു. നേരെ തിരിച്ചു വന്നു. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടിൽ 2 ടയറൊക്കെ എടുത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. ബാക്കിലെ ടയർ കുറച്ചുകൂടി ഓടിയിട്ട് മാറാമെന്ന് പറഞ്ഞിരിക്കുക ടോണിയാണ് ചീഫ് ടെക്നീഷ്യൻ. ഞാൻ കാണിച്ചു തരാം കേട്ടോ ടോണീനെ. അങ്ങനെ ഇത് അവരുടെ ലോഞ്ചാണ്. അവിടെ പോയി കുറച്ച് നേരം AC പോയിരുന്നു ന്യൂസൊക്കെ കണ്ടിട്ട്. അപ്പോഴേക്കും വർഗീസേട്ടൻ പറഞ്ഞു ഏകദേശം പണി തീരാറായി വന്നോളൂ. ഇതാണ് വർഗീസേട്ടൻ ഉണ്ട്. ഇതാണ് ടോണി മോൻ. അപ്പം നമ്മുടെ ബിജോയ് ചേട്ടൻ നമുക്കൊരു ഗിഫ്റ്റ് തന്നു കേട്ടോ. ബില്ലിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് കൂടി തന്നിട്ടുണ്ട്. ഗിഫ്റ്റ് വെച്ചാൽ ഒരു പെർഫ്യൂമാണ്, കാറിൽ വെക്കാവുന്നത്. അപ്പോളോടെയാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് വണ്ടിക്കകത്ത് വെച്ചു. അതിനുശേഷം ഞാൻ നേരെ CNG അടിക്കാനാണ് പോയത്. ഫുൾ ടാങ്ക് CNG അടിച്ചു. CNG അടിച്ചിട്ട് ഇനിയിപ്പം ഓൺലൈനിൽ കുറച്ച് ഓടണം. ബുക്കിങ്ങും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഊബർ ഓണാക്കിയിട്ടാ. ഊബർ, റാപ്പിഡോ, കേരള സവാരി എല്ലാം ഓണാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇൻഫോ പാർക്കിൽ ഒരു ട്രിപ്പ് അടിച്ചു. അപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് ചോറ് പാഴ്സലാക്കി അവിടെ വിൽക്കുന്നുണ്ട്. ചിക്കൻ പെരട്ടും മീൽസും പാഴ്സലാക്കിയിട്ട് ഇൻഫോ പാർക്കിൻ്റെ അകത്ത് സ്ഥലത്ത് പോയിട്ട് സുഖമായിട്ടിരുന്ന് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകില്ലേ പൊതിച്ചോറ് എന്നൊക്കെ പറഞ്ഞ്, അത് കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരു ട്രിപ്പ് അടിച്ചു കേട്ടോ. അത് ഇൻഫോ പാർക്കിനുള്ളിൽ തന്നെയായിരുന്നു. അത് നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു കേട്ടോ. കസ്റ്റമർ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ U-ടേൺ ചെയ്യണമെങ്കിൽ നേരെ പോയിട്ട് കുറച്ച് ദൂരം പോയി വേണം U-ടേൺ ചെയ്യാൻ. അങ്ങനെ തിരിച്ച് വന്ന് ഞാൻ ഇൻഫോ പാർക്ക് ക്യാമ്പസിൻ്റെ അകത്തേക്ക് കയറി. അങ്ങനെ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പുള്ളി ഇപ്പോൾ ലിഫ്റ്റിൽ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം നല്ല ട്രാഫിക്കുള്ള സമയമാണ് കേട്ടോ. അറിയാലോ, വാഴക്കാല വർക്ക് നടക്കുന്നുണ്ട്. എന്തായാലും കൃത്യസമയത്ത് തന്നെ ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് എൻട്രൻസിൽ പുള്ളിയെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ അവിടുന്ന് ഞാൻ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്നിപ്പോൾ എന്തായാലും ഇത്രത്തോളം വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ നാളെ വീണ്ടും കാണും വരെ. താങ്ക് യു, ബൈ.